ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത പാവക്ക പച്ചടിയും പാവക്ക തോരനുമാണ്. പാവക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കുട്ടികൾക്കും ഒക്കെ ഇത് കഴിക്കാൻ ഇഷ്ടമാവും. ഒട്ടും കയ്പില്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ്. ഇത് തയ്യാറാക്കാൻ 2 പാവക്ക ചെറുതായി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്പി എടുക്കണം. ഇതുപോലെ നല്ലപോലെ തിരുമ്പി കഴിയുമ്പം ഇതിൽ കയ്പും കുറച്ച് പോയി കിട്ടും. ഇതിലും എന്തെങ്കിലും മരുന്നെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷാംശവും പോയി കിട്ടും. നമുക്ക് ധൈര്യത്തിൽ പാവക്ക കഴിക്കാനും പറ്റും. നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് ഉഴുന്നുപരിപ്പും കടുകും പൊട്ടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക. സവാളയും തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച പാവക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെ സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. പാവക്ക നല്ല ഫ്രൈ ആയി വരും. പാവക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് കുറച്ചെടുത്ത് മാറ്റി വെക്കുക. പച്ചടി ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പച്ചടിയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാവക്കയിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തൈരെല്ലാം ഒന്ന് ആറി വരണം. ഇതിൽ പിടിച്ച് വരണം. ഇതുപോലെ എല്ലാം ഉലർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് അരമുറി തേങ്ങയും 3-4 വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെക്കണം. 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയെല്ലാം നല്ലപോലെ ഇതിൽ വെന്ത് നല്ലൊരു സ്മെല്ല് വരും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാവക്ക ഫ്രൈ റെഡിയായി. നല്ല രുചിയുള്ള പാവക്ക ഫ്രൈ, ഒട്ടും കയ്പില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും 3 പച്ചമുളക്, കുറച്ച് തൈര് ഒഴിച്ച് അരച്ചെടുക്കണം. കട്ടിയുള്ള തൈരാണ്. ഒട്ടും അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് ഇത് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പാവക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചതച്ച കടുകും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ, കറി കുറച്ചും കൂടെ ലൂസായി വേണമെന്നുണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ പുളി ഇല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. പാവക്ക പച്ചടിക്ക് കുറച്ച് പുളി ഉണ്ടാവുന്നതാണ് നല്ലത്. ഇനി 1/2 ടീസ്പൂൺ ചതച്ച കടുകും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും ചേർത്ത് ഒന്ന് ഇളക്കി
യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ പാവക്ക പച്ചടി റെഡിയായി. ഒട്ടും കയ്പ്പുണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.